ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. ഒരു സാധനം വെച്ച സ്ഥലത്ത് ഉണ്ടാവില്ല, ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ മനുവിൻ്റെ അച്ഛൻ പറയുന്നത് ഇവിടെയുള്ള സാധനം ഇവിടെ തന്നെ ഉണ്ടാവില്ലേ, ആരും കൊണ്ടുപോകത്തൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാണ്. പിന്നെ കമല പറയാണ് രഞ്ജിനിയുടെ മുറി വൈജയന്തി കയ്യേറി, പിന്നെ കുട്ടികൾ കയ്യേറി, എനിക്ക് വയ്യായിരുന്നു കാണാനെന്നൊക്കെ പറയാണ്. പിള്ളേരൊക്കെ അവരെ അമ്മേനെ വിളിക്കാൻ വന്നതെന്ന് പറയാം, മറ്റവളെന്തിനാണ് വന്നത് ഇവിടെ. അപ്പോൾ മനുവിൻ്റെ അച്ഛൻ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുക, ആരെ കാര്യമാണ് നീ പറയുന്നേ. അപ്പോൾ കമല പറയാണ് കുലീന എന്ന് പറയാണ്. അവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ നേരത്തെ മനുവിൻ്റെ റൂമിൽ പോയി നോക്കുന്ന സമയത്ത് രണ്ടാളും കൂടി അവിടെ ശൃംഗരിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് വയ്യ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ. അവളെന്തിനാണ് മനുവിൻ്റെ റൂമിൽ പോയത്. അപ്പോൾ ശിവൻ പറയാണ് അവളെ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ കമല പറയുന്നത് അവൻ്റെ മനസ്സിലൊന്നും ഇവിടെ നടക്കില്ല, അവളെ കൂട്ടിയിട്ട് ഇവിടെ വന്നാൽ അവളെ കാലും ഞാൻ കൊത്തുന്നറിയാണ്. അപ്പോൾ മനുവിൻ്റെ അച്ഛൻ പറയാണ് നീ അറിയാം അതുപോലൊക്കെ ഗുണ്ടയോ അവളെ കാലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട്, അവരൊക്കെ പെട്ടെന്നൊക്കെ പോകും, അവർക്കൊക്കെ കോളേജ് സ്കൂളൊക്കെ ഉള്ളതല്ലേ, അത്ര വരെ ഇവിടെ നിന്നു കരുതിയാൽ പോരെ എന്നൊക്കെ പറയാണ്. അന്നേരം കമല പറയാണ് ഇവർക്കൊക്കെ ഇവിടെ താമസിക്കാൻ ആര് ചിലവിന് കൊടുക്കും, അവന്മാരുടെ ആരെങ്കിലും ഇവിടെ ചിലവിന് കൊണ്ട് വെച്ചിട്ടുണ്ടോ. അപ്പോൾ മനുവിൻ്റെ അച്ഛൻ പറയാണ് ഇവിടെ ഇത്ര പേർക്ക് കൊടുത്താൽ ഇവിടെ പട്ടിണിയാകത്തൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ കമല പറയാണ് നിങ്ങൾക്ക് ജോലിയില്ല. ആ സമയത്ത് മനുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛനിവിടെ 30 കൊല്ലം ജീവിക്കേണ്ട വരുമാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പോൾ കമല പറയാണ് എന്ത് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, സ്ഥലത്ത് മണ്ണ് തിന്നിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ്. പിന്നെ നമ്മളെ നായികയും നായകനായിട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് അലീന മനുവിന് ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കുക കേട്ടോ. മനോടെ ജോലി സംബന്ധമായ കോൾ ചെയ്യുക കേട്ടോ. ആ സമയത്ത് ചായ കൊണ്ട് വരുന്ന സമയത്ത് മനുവേട്ടാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കൊണ്ട് മനുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. കോളിലൂടെ മനു സംസാരിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ വരാൻ പറ്റുന്ന സൗകര്യമല്ല, അതുകൊണ്ട് അതിന് പകരമുള്ള ആരെങ്കിലും കൊടുത്തയക്കണേ പറയണം. അങ്ങനെ അലീന ചായയും കൊണ്ട് വന്ന് മനുവായിട്ട് ചായ കൊടുക്കുകയാണ്. അങ്ങനെ മനു അലീനയോട് ചോദിക്കുകയാണ് ഈ ചായ അങ്ങ് സ്ഥിരാക്കിയാലോ എന്ന്. അപ്പോൾ അലീന പറയാണ് അതെങ്ങനെ, ഞാനിവിടെ ജോലിക്കാരിയായിട്ട് വരണമെന്ന്. അപ്പോൾ മനു പറയാണ് ജോലിക്കാരിയായിട്ട് വരണ്ട, ജോലിക്കാരിയായിട്ട് മാത്രം വന്നാൽ മാത്രമാണോ എനിക്ക് ചായ തരാൻ പറ്റുമെന്ന്. അപ്പോൾ അവിടെ ചമ്മിക്കിടക്കാം കേട്ടോ. അങ്ങനെ മനു പറയുന്നുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് എനിക്കെങ്ങനെ മനസ്സിലായി, അത്ഭുതം തന്നെ എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ് ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു.